സർ, കേരളത്തിലെ ഇന്ന് നമ്മുടെ നാടിൻ്റെ സമാധാനപൂർണമായ ഒരു ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്നതിൽ നമ്മുടെ ആഭ്യന്തര ഭരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റവും അഭിമാനകരമായി സമർത്ഥമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർ, ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ചയും സമൂഹത്തിലുണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങളെയെല്ലാം നേരിടാൻ പറ്റുന്ന നിലയിൽ പോലീസിനെ, ജയിലിനെ, ആഭ്യന്തര മേഖലയെ ആധുനികവൽക്കരിക്കാൻ സഹായകരമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾക്കാണ് നമ്മുടെ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്നത്. സർ, ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൽ അന്വേഷണ മികവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിൽ ഏറ്റവും മാതൃകയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറി. ഇത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് സേനയിൽ കേരളത്തിലുണ്ടായിരുന്ന UDFിൻ്റെ ഭരണകാലത്ത് രാഷ്ട്രീയമായിട്ട് അതിനെ വേർതിരിക്കാനും അതിൻ്റെ ഭാഗമായി കേരളത്തിലുണ്ടായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളും നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം കുറ്റകൃത്യം ചെയ്യുന്നത് ആരാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന ശരിയായ ഒരു കാഴ്ചപ്പാടിന് ഏറ്റവും സമർത്ഥമായി മുന്നോട്ട് വയ്ക്കാൻ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് കഴിഞ്ഞു. പോലീസിലെ രാഷ്ട്രീയവൽക്കരണത്തെ പരിപൂർണമായും തുടച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. സാർ, നമ്മുടെ പോലീസ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിന്റെ ഭാഗമായി ഒരു എക്കണോമിക് ഒഫൻസ് വിങ്ങിനെ തയ്യാറാക്കി. ഒരു വനിതാ ബറ്റാലിയൻ, 451 പേരടങ്ങുന്ന ഒരു വനിതാ ബറ്റാലിയനെ സംസ്ഥാനത്ത് രൂപീകരിച്ചു. 4817 പുതിയ തസ്തികകൾ ഉണ്ടാക്കി. ഏതാണ്ട് 20,014 നിയമനങ്ങൾ പോലീസിൽ നടത്തി. സൈബർ, നേരത്തെ ഒറ്റ പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. എല്ലാ പോലീസ് ജില്ലയ്ക്ക് കീഴിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ ആരംഭിച്ചു. നമ്മുടെ പോലീസിനെ ഏറ്റവും സമർത്ഥമായ നിലയിൽ 2021 സ്മാർട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഏറ്റവും നല്ല അഴിമതിരഹിത പോലീസിംഗ് സംവിധാനത്തിന്റെ തലപ്പത്തേക്ക് കേരളം വന്നു എന്നത് പോലീസിന് എത്രമാത്രം ജനകീയമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിന്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണമായിട്ട് മാറുകയാണ് സർ. നമ്മുടെ പോലീസ്, നമുക്കറിയാം ഇന്നത്തെ കാലത്തിന്റെ സവിശേഷമായ പ്രത്യേകത, ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നു. ഇപ്പൊ താമരശ്ശേരി സംഭവം നമ്മുടെ മുന്നിലുണ്ട്, വെഞ്ഞാറമൂടിന്റെ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ സംഭവങ്ങൾ മുൻകൂട്ടി കാണുക, പ്രവചിക്കുക എന്നത് സാധാരണ നിലയിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ സഭയിൽ തന്നെ അത്തരം കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുകയും ചെയ്യുണ്ടായി. ഏത് കുറ്റകൃത്യം നടന്നാലും ആ കുറ്റകൃത്യം നടന്ന വേളയിൽ പക്ഷപാതിത്വമില്ലാതെ മാതൃകാപരമായി ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന പോലീസ് എന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് മാറി. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും സർ. 24 മണിക്കൂറും ജോലി ചെയ്യുന്ന, അർപ്പണബോധത്തോടെ സത്യസന്ധമായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഓഫീസർമാരുമാണ് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ ഏത് കാര്യം നടന്നാലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന മെസ്സേജ് കേരളത്തിലെ പോലീസ് ഉണ്ടാക്കി. എന്റെ മണ്ഡലത്തിലൊരു അനുഭവമുണ്ട്. വളപട്ടണത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, നിങ്ങളല്ല, അരി എന്നാൽ അഷ്റഫാണ് അരി എന്നൊരു പരസ്യം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലുണ്ടാവും. അതിൻ്റെ ഒരു വ്യാപാരി, അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് കുത്തി തുറന്ന് അതിന്റെ ഭാഗമായിട്ട് 1 കോടി രൂപയും ഏതാണ്ട് 300-ലേറെ പവനും കവർ ചെയ്തു. ഒരു പഴുതും ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും തെളിവിന്റെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. പോലീസ് വലിയ ആശങ്ക, ഇതര സംസ്ഥാനത്ത് വന്നവരാണോ, വലിയ മാഫിയകളാണോ, ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായ ആശങ്കയുണ്ടായി. സാർ, 4 ദിവസക്കാലം കൊണ്ട് വീടിനടുത്ത് തൊട്ടടുത്ത ഒരു ഇലക്ട്രിക് വർക്കുകാരൻ, ആ വീടിന്റെ തൊട്ടടുത്തുള്ള വളരെ സമർത്ഥമായി പോലീസ് അദ്ദേഹത്തെ പിടിച്ചു. ഇത് കാണിക്കുന്നത് എന്താ? നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് അനുഭവമില്ലേ? ചെരുപ്പ് കെട്ടിത്തൂക്കി പോയി പരിശോധിച്ച അനുഭവങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായില്ലേ? അതൊന്നും വ്യത്യസ്തമായി സയന്റിഫിക്കായി, ശാസ്ത്രീയമായി നമ്മുടെ പോലീസ് ഏറ്റവും സമർത്ഥമായിട്ട് പ്രതികളെ പിടികൂടുന്നു. സാർ, ലഹരി വേട്ടയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായി ഒരു സംസ്ഥാനത്തേക്ക് പോയി, തെലങ്കാനയിലേക്ക് പോയി, അവിടെ രാസലഹരി നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ പോയി ഉടമയെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ പേര് കേരള പോലീസ് എന്നാണ് സാർ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? പുതിയ തലമുറയിൽ
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥയിൽ, സമീപനത്തിൽ, രീതിയിൽ, ജീവിതത്തോട് നാം ഈ സഭയിൽ തന്നെ ചർച്ച ചെയ്തതാണ്. വളരെ അഡ്വാൻസ് ചെയ്ത് പോലീസ് ആ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടെ പോയി തെലങ്കാനയിൽ പോയിട്ട് അതിൻ്റെ ഉടമയെ തന്നെ പിടിച്ചു കളഞ്ഞു. ഇപ്പൊ കാസർഗോഡ് ഏറ്റവും വലിയ MTMA വേട്ട 3407 കിലോഗ്രാം MTMA കേരള പോലീസ് പിടിച്ചു. അതിന്റെ പ്രതിയെ പിടിച്ചു. അതിന്റെ ഭാഗമായിട്ട് നടപടി സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഏതാണ്ട് 30,000 ഡി-ഹാണ്ട് പോലീസും എക്സൈസും ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക കോർഡിനേഷൻ ഉണ്ടാക്കി കേരളം എന്ന നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാസലഹരി മാഫിയയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോലീസ് നടത്തിയ പരിശ്രമം എത്രമാത്രം വിജയകരമായിട്ട് മാറി. 30,000-30,000-ലേറെ കേസാണ് എടുത്തത്. ഒട്ടേറെ കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞു. സാർ, നമ്മുടെ പോലീസിനെ എപ്പോഴും വിമർശിക്കാനാണ്, കുറ്റപ്പെടുത്താനാണ് ഒരു വിഭാഗം വലതുപക്ഷ മാധ്യമങ്ങളും നിർഭാഗ്യവശാൽ കേരളത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നത്. സാർ, കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന CK ശ്യാമപ്രസാദ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവമുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ് അദ്ദേഹം. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരാളെ, ഒരു സാധാരണ മനുഷ്യന്റെ ഒരു തെരുവ് ഗുണ്ട ആക്രമിക്കുന്ന കാഴ്ച അയാൾ കണ്ടു. ആ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടു. ആ തെരുവ് ഗുണ്ട ശ്യാമപ്രസാദിനെ കുത്തി കൊലപ്പെടുത്തി. ഒരാളും ചർച്ച ചെയ്തില്ല സർ. ഒരാളും ആ കാര്യം പറഞ്ഞില്ല. ഒരു സാധാരണ പോലീസുകാരൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ പോലീസ് എന്ന വാക്കിന്റെ അർത്ഥം, അതിന്റെ ഡെഫിനിഷൻ, തന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അവഗണിച്ചു പോവാൻ കഴിയുന്ന ഒരു കാര്യം, അല്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കേരളത്തിലെ പോലീസുകാരുടെ ആത്മാർത്ഥത, സത്യസന്ധത, അവർ സ്വീകരിക്കുന്ന നിഷ്പക്ഷമായ സമീപനത്തിന്റെ ഒരു രക്തസാക്ഷിയായിട്ട് മാറുകയാണ് CK ശ്യാമപ്രസാദ് എന്ന ഒരു പോലീസ് സാധാരണ ഉദ്യോഗസ്ഥൻ. പോലീസുകാര് എത്രമാത്രം സിൻസിയറായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഓരോ സ്ഥലങ്ങളിലും, ഓരോ സ്ഥലത്തും, എല്ലാ നിലയിലും സാധാരണ മനുഷ്യന് ഭയമില്ലാതെ ഏറ്റവും നന്നായി അവർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോയി പരാതി നൽകാൻ അവിടെ ജനകീയ സംവിധാനങ്ങൾ ഉണ്ടായി. സൗഹൃദ തലത്തിലേക്ക് പോലീസ് വരുന്നു. ഒറ്റപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ ആക്ഷേപിക്കുക, ലക്ഷ്യം രാഷ്ട്രീയമാണ് സർ.